കളിയിലെ കണക്കുകൾ പലതുണ്ടാകാം, പക്ഷെ ചില കണക്കുകൾക്ക് ചരിത്രത്തിന്റെ ഭാരമുണ്ട്. ലോക ഫുട്ബോളിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയ ഇതിഹാസങ്ങൾക്ക് അസിസ്റ്റിന്റെ കഥകൾ അധികം പറയാനുണ്ടാകാറില്ല. കാരണം അവരുടെ ജോലി ഗോൾ അടിക്കുക എന്നതായിരിക്കും. എന്നാൽ അർജന്റീനയിൽ ജനിച്ച് സ്പെയിനിൽ ജീവിതം കെട്ടിപ്പടുത്ത ഒരാൾ ചരിത്രത്തെ തന്നിഷ്ടം പോലെ തിരുത്തിയെഴുതി നടന്നു പോകുന്നത് നമുക്ക് കാണാനാകും. ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് സംശയം ബാക്കിയാവും. റെക്കോർഡുകൾ അയാളെ പിന്തുടരുകയാണോ അതോ അയാൾ റെക്കോർഡുകളെ പിന്തുടരുകയാണോ? രണ്ടായാലും ആ കഥയിലെ നായകന്റെ പേര് ലയണൽ ആന്ദ്രെ മെസ്സി എന്ന് തന്നെയാകും. 1500-ലധികം ഗോൾ കോൺട്രിബ്യൂഷൻസ്, 890-ലധികം ഗോളുകൾ. എന്നാൽ ഇതിനെല്ലാം ഉപരി ഇതാ ഒരു പുതിയ കിരീടം, 405 അസിസ്റ്റുകൾ. കഴിഞ്ഞ ദിവസം ഇന്റർ മിയാമിയും ന്യൂയോർക്ക് സിറ്റി എഫ്സിയും തമ്മിൽ നടന്ന ഈസ്റ്റേൺ കോൺഫറൻസ് ഫൈനലിൽ മാറ്റിയോ സിൽവ നേടിയ ഗോളിന് അസിസ്റ്റ് ചെയ്താണ് മെസ്സി പുതിയ നാഴികക്കല്ല് സൃഷ്ടിച്ചത്. ഹംഗറി ഇതിഹാസം ഫ്രാൻസ് പുഷ്കാസ് നേടിയ 404 അസിസ്റ്റാണ് പഴങ്കഥയായത്. ബാഴ്സലോണയുടെ നീലയും ചുവപ്പും കലർന്ന ജേഴ്സിയിൽ മെസ്സി ഒരു കൊടുങ്കാറ്റായി വീശിയടിച്ച കാലം. ക്ലബിനായി 672 ഗോളുകൾ. ലാലിഗയുടെ മൈതാനങ്ങളിൽ 17 സീസണുകളിൽ അയാൾ തന്റെ മായാജാലം കൊണ്ട് വിസ്മയിപ്പിച്ചപ്പോൾ പിറന്നത് 472 ഗോളുകൾ. അവിടെയും അയാളെ പിന്നിലാക്കാൻ ആരുമുണ്ടായില്ല. 10 ലാലിഗ കിരീടങ്ങളും 4 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഉൾപ്പെടെ ക്ലബിനായി 35 ട്രോഫികൾ നേടി അയാൾ ഫ്രാൻസിലേക്ക് പറന്നു. PSG-ക്കായി കളിച്ച 75 മത്സരങ്ങളിൽ നിന്നും 32 ഗോളുകൾ നേടുകയും സഹതാരങ്ങളായ എംബാപ്പെ, നെയ്മർ എന്നിവർക്ക് ധാരാളം അസിസ്റ്റുകൾ നൽകി ആക്രമണം നയിക്കുകയും ചെയ്ത മെസ്സി ഈ കാലയളവിൽ 2 ലീഗ് കിരീടങ്ങൾ നേടി ഫ്രഞ്ച് മണ്ണിലും തന്റെ പ്ലേമേക്കർ മികവ് തെളിയിച്ചു. മെസ്സിയെ പൂർണ്ണനാക്കിയത് അർജന്റീനയുടെ ആകാശനീല ജേഴ്സിയാണ്. 2022-ൽ ആ ലോക കിരീടം അയാൾ കയ്യിലേറ്റുമ്പോൾ അത് അയാൾ നേടിയ ഗോളിന്റെ മാത്രം വിജയമായിരുന്നില്ല. ടൂർണമെന്റിലുടനീളം അയാൾ തീർത്ത അവസരങ്ങളുടെയും പ്രതിരോധ മതിലുകളെ കീറിമുറിച്ച പാസുകളുടെയും വിജയമായിരുന്നു. 2023 ജൂലൈയിൽ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയിൽ ചേർന്ന മെസ്സി മേജർ സോക്കർ ലീഗ് ക്ലബിന്റെ തലവര മാറ്റി എഴുതി. മേജർ സോക്കർ ലീഗിൽ താഴെക്കിടയിൽ നിന്നിരുന്ന ഒരു ടീമിനെ കിരീടം നേടാനും ഫൈനലുകൾ കളിക്കാനും അയാൾ ശീലിപ്പിച്ചു. ലോക ഫുട്ബോളിന് അധികം പരിചയമില്ലാത്ത മേജർ സോക്കർ ലീഗ് മെസ്സിയുടെ വരവോടെ ലോക പ്രശസ്തമായി. ലൂയിസ് സുവാരസ്, ജോർഡി ആൽബ, സെർജിയോ ബുസ്കറ്റ്സ് തുടങ്ങിയ മുൻ ബാഴ്സലോണ സഹതാരങ്ങൾ കൂടി ടീമിലെത്തിയതോടെ ഇന്റർ മയാമിയുടെയും മേജർ സോക്കർ ലീഗിന്റെയും ജാതകം തന്നെ മാറി. 38-ാം വയസ്സിലും ആ മാന്ത്രിക കാലുകൾക്ക് ഇനിയും കളി മതിയായിട്ടില്ല. 47 കിരീടങ്ങളുമായി ലോക റെക്കോർഡ് സ്വന്തമായിട്ടുണ്ടെങ്കിലും ഈ സീസണിലെ MLS കപ്പ് ഫൈനൽ അയാളെ 48-ാം കിരീടത്തിലേക്ക് നയിച്ചേക്കാം. 900 കരിയർ ഗോളുകൾ എന്ന നേട്ടം ഒരുപക്ഷെ ഈ സീസണിൽ തന്നെ അയാൾ എത്തിപ്പിടിച്ചേക്കും. 8 ബാലൻ ഡിയോറുകൾ, 6 യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട്, 91 ഗോളുകൾ നേടി ഒരു കലണ്ടർ വർഷത്തെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ആൾ. മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാനാവാത്ത നേട്ടങ്ങൾ സ്വന്തം പേരിൽ എഴുതി വെക്കുന്നത് അയാൾ ഒരു ഹോബിയാക്കി മാറ്റിയിട്ട് വർഷങ്ങളായി. എന്നിതാ തന്റെ 38-ാം വയസ്സിൽ അയാൾ മറ്റൊരു നാഴികക്കല്ല് കൂടെ പിന്നിട്ടിരിക്കുന്നു. ഇയാൾ ചരിത്രത്താളുകളിൽ കോറിയിട്ട് പോകുന്ന റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ ഭാവിയിൽ ഒരുപക്ഷെ മറ്റൊരാൾ വന്നേക്കാം. പക്ഷേ ഇയാളെ പോലെ ഗോളുകൾ കൊണ്ടും അസിസ്റ്റ് കൊണ്ടും കിരീടങ്ങൾ കൊണ്ടും ലോക ഫുട്ബോളിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരാൾ ഇനിയൊരിക്കലും ജന്മം കൊണ്ടേക്കില്ല.